ഹായ്. അപ്പം ഞാനിതാ ഇവിടെ മുക്കുറ്റിയൊക്കെ കൈ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. വീടിൻ്റെ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇതാ ഒരുപാട് മുക്കുറ്റി നിൽക്കുന്നുണ്ട്. സാധാരണ ഓണമൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഈ മുക്കുറ്റിയൊക്കെ ഇല്ലാതായി പോകുന്നത് കാണാം. പക്ഷേ ഇപ്രാവശ്യം ഇതാ ഒരുപാട് മുക്കുറ്റി പിന്നെയും പിന്നെ ഉണ്ടായി വരികയാണ് കേട്ടോ. സാധാരണ അമ്മ ഇവിടെ ഈ വീടിൻ്റെ സൈഡിലൊക്കെ ക്ലീൻ ആക്കും. അപ്പോൾ ഈ പുല്ലൊക്കെ പറിച്ചിടുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഈ മുക്കുറ്റി കണ്ടപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, മുക്കുറ്റി അവിടെ അതേപോലെ നിന്നോട്ടെ, അത് ഉണ്ടായിട്ട് തന്നെ കൊഴിഞ്ഞു പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചെടികളൊക്കെ അതേപോലെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പച്ചപ്പ് കാണുന്നതൊക്കെ ഏകദേശം അതിൽ മുക്കാൽ ഭാഗവും മുക്കുറ്റിയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്രാവശ്യം തുമ്പപ്പൂ ഉണ്ടല്ലോ, അത് കുറച്ച് മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തിലേറെ തുമ്പപ്പൂവൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്രാവശ്യം വളരെ വളരെ കുറവാണ്. ഇപ്പം കാണാം ഇങ്ങനെ തുമ്പപ്പൂ പല വീട്ടുകളിലും ചെടിച്ചട്ടികളിലൊക്കെ ആക്കിയിട്ട് അവർ വളർത്തുന്നത് കാണാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഈ തുമ്പപ്പൂവല്ല, മുക്കുറ്റിപ്പൂ വെച്ചിട്ട്, പൂവല്ല അതിൻ്റെ ഇല വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ മുക്കുറ്റി ചാന്ത് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മുക്കുറ്റി ചെടി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ചാന്താക്കിയിട്ട് നമുക്ക് നെറ്റിയിൽ തൊടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. സാധാരണ കർക്കിടക മാസത്തിലാണ് ഈ മുക്കുറ്റി ചാന്തൊക്കെ തൊടുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്നതിലൂടെ കുറേ ആരോഗ്യപരമായിട്ടുള്ള കുറേ ഗുണങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നെറ്റിയിൽ പൊട്ടു തൊടുന്ന ഭാഗം, അതായത് നാഡികളുടെ കേന്ദ്രഭാഗം കൂടിയാണ്. അങ്ങനെ ഈ ഒരു ഭാഗം ഉത്തേജിക്കപ്പെടുകയും അതിലൂടെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കും എന്നാണ് പറയുന്നത്. ഇനി ഈ മുക്കുറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. തെങ്ങിൻ്റെ വളരെ ചെറിയ പതിപ്പ് പോലെ തോന്നിക്കുന്ന ഈ സസ്യം ജലം കെട്ടി നിൽക്കാത്ത തണൽ പ്രദേശങ്ങളിലാണ് കാണുക കേട്ടോ. ഒരു കൊല്ലമാണ് മുക്കുറ്റിയുടെ ആയുസ്. 8 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ സാധാരണ ഉയരമുള്ള മുക്കുറ്റിയുടെ കാണ്ഡം വൃത്തസ്തംഭമാണ്. ഇതിൻ്റെ വിത്തുകൾ മണ്ണിൽ വീണ് തൊട്ടടുത്ത മഴക്കാലത്താണ് മുളയ്ക്കുക. ആയുർവേദത്തിലെ ദശപുഷ്പങ്ങളിൽ പെടുന്ന സസ്യമാണ് ഇത്. ഇന്തോ മലേഷ്യൻ ജൈവമണ്ഡലത്തിൽ കാണപ്പെടുന്ന ഏകവർഷിയായ ചെറു സസ്യമാണ് മുക്കുറ്റി. കവികളും സാഹിത്യകാരും മുക്കുറ്റിയെ കേരളീയ ഗ്രാമീണതയുടെ ബിംബമായി കണക്കാക്കാറുണ്ട്. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ യെല്ലോ കളറിലാണ് മുക്കുറ്റി കാണുന്നത്. പക്ഷേ വെള്ള നിറത്തിലും പിന്നെ പല പല കളറിലൊക്കെ ഇത് കാണുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ മുക്കുറ്റിയൊക്കെ എടുത്ത് ഇവിടെ ചതക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസമുള്ള പരിപാടിയാണ്. ചിലരിത് കയ്യിലിങ്ങനെ തിരുമ്മിയിട്ട് അതിൻ്റെ ചാറെടുക്കും കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ ഈ ഒരു ചാന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നോക്കി നിൽക്കുന്ന എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ പിള്ളേരും അതുപോലെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടെ എന്നെ നോക്കി നിൽക്കുകയാണ്, ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ചാന്തായിട്ട് തൊട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ഇത് എന്തായാലും തൊടിയിപ്പിക്കും. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ചിത്രം വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ പണ്ട് ഞാൻ ഇതുപോലെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾ എടുത്തിട്ട് അത് അരയ്ക്കുക, പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ട് എടുത്തിട്ട് അത് അരച്ചിട്ട് അതിൻ്റെ ആ കളർ വെച്ചിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ പച്ച ഇലകൾ പറിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ അരച്ചിട്ട് ആ പച്ച കളർ വെച്ചിട്ടൊക്കെ ഞാൻ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മളുടെ ചാന്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തൊട്ട് നോക്കാം. അടിപൊളിയാണ് കേട്ടോ. എനിക്കിത് പറയുന്നത് കുറച്ചും കൂടെ തിക്കായിട്ടുണ്ടെങ്കിൽ നെറ്റിയിൽ അതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ മുക്കുറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വ്ളോഗ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ ബൈ. തൊട്ടു കേട്ടോ, കുറച്ച് കട്ടി കുറവാണ് പ്രശ്നം.